ചോദ്യപേപ്പർ കേസിൽ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. പ്രതിയും സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്ന് കുറ്റകരമായ ഗൂഢാലോചന നടത്തി എന്നാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്നും വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് വീണ്ടും കോടതിയിൽ ഈ ഹർജി എത്തുന്നുണ്ട്, മുൻകൂർ ജാമ്യ ഹർജി. അതിലെന്ത് കോടതി നിലപാടെടുക്കുന്നത് നിർണായകമാണ്. പക്ഷേ അതേസമയം ക്രൈംബ്രാഞ്ച് അതിന് മുമ്പ് ഇവരെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലുമാണ്. പക്ഷേ എവിടെയാണ് ഈ അധ്യാപകർ ഒളിവിൽ കഴിയുന്നതെന്ന് നമ്മുടെ പോലീസിന് ഇത്രയും നാളായിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു അതിശോക്തിയാണ്. അപ്പം എങ്ങനെയാണ് ഈ കേസിന്റെ മുന്നോട്ട് പോക്ക്? ഒപ്പം തന്നെ എത്ര മണിക്കാണ് ഈ കേസ് കോടതി പരിഗണിക്കുക? സ്മിത, ഷുഹൈബിനെ സംബന്ധിച്ചും ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചും ഇന്ന് നിർണായകമാണ്. ഇന്ന് ഈ ഷുഹൈബ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ ഹർജി പരിഗണിക്കുകയും ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം കോടതിയിൽ ഈ ക്രൈംബ്രാഞ്ച് സംഘം നൽകിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ കുറച്ചുകൂടി ഗുരുതരമായ ആരോപണങ്ങൾ ഈ ഷുഹൈബിനെതിരെ ക്രൈംബ്രാഞ്ച് ഉയർത്തിയിട്ടുണ്ട്. അതിലൊന്ന്, ഒരു റാക്കറ്റായി ഈ ചോദ്യപേപ്പർ ചോർച്ച നടത്തിയ സംഘം പ്രവർത്തിക്കുന്നു, അതിന് കൂട്ടുനിൽക്കുന്നത് ചില സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയിട്ടുണ്ട്. അതായത് പണം നൽകി ചോദ്യപേപ്പർ ഷുഹൈബ് വാങ്ങി അത് ചോർത്തി നൽകി എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് ഗുരുതരമായ ഒരു ആരോപണമാണ്, അത് ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. മാത്രമല്ല, ഈ നിലവിൽ ഇയാൾ ഒളിവിൽ കഴിയുകയാണ് ഷുഹൈബ്. ഈ ഒളിവിൽ കഴിയുന്നത് ഇതിന്റെ കൂടുതൽ തെളിവുകൾ നശിപ്പിക്കാനാണ് എന്നുള്ളൊരു വാദം കൂടി നിലവിൽ ക്രൈംബ്രാഞ്ച് ഉയർത്തിയിട്ടുണ്ട്. ഈ വാദങ്ങളൊക്കെ പരിഗണിച്ച ശേഷമാകും ഇന്നിപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഒരു വിധിയിലേക്ക് കടക്കുകയും ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസും കൂടി ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരായ സമരം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് DD ഓഫീസിന് മുന്നിൽ സത്യഗ്രഹം സമരവുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും. കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജുഡീഷ്യൽ അന്വേഷണം ഇതിൽ വേണമെന്നുള്ളതാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണമല്ല, മറിച്ച് ജുഡീഷ്യൽ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നുള്ളൊരു കാര്യം ഉയർത്തിയാണ് ഇന്ന് DD ഓഫീസിന് മുന്നിൽ കോൺഗ്രസിന്റെ സത്യാഗ്രഹം നടത്തുക. ഏതായാലും ഇന്ന് വിധി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ഷുഹൈബിന് നിർണായകമാണ്, ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ചിന് നിർണായകമാണ്. പ്രജിൻ, സ്മിത.